PSC ജാക്സൺ ആൻഡ് ദ ഒളിമ്പ്യൻസ് 8 എപ്പിസോഡുള്ള ഒരു ഡിസ്നി സീരീസ് ആയിരിക്കും ഇത്. ഇതിലെ ഫസ്റ്റ് എപ്പിസോഡ് മാത്രമേ ഇതുവരെ റിലീസ് ചെയ്തിട്ടുള്ളൂ. ഇനി വരുന്ന എല്ലാ ഫ്രൈഡേയും ഓരോ എപ്പിസോഡ് വെച്ചിട്ട് ഈ ഒരു സീരീസിന് റിലീസ് ചെയ്യുന്നതാണ്. ഈ ഒരു സീരീസ് എങ്ങനെ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PSC ജാക്സൺ എന്ന് പറയുന്ന ഒരു ഫിലിം സീരീസ് അല്ല, ബുക്ക് സീരീസ് ഉണ്ട്. ആ ഒരു ബുക്ക് സീരീസിൻ്റെ ലൈവ് ആക്ഷൻ അഡാപ്റ്റേഷനാണ്. അത് മാത്രമല്ല ഇതിൻ്റെ ഒരു ഫിലിം സീരീസ് ഓൾറെഡി റിലീസ് ആയിട്ടുണ്ട്, ഓൾറെഡി നമ്മൾ കണ്ടിട്ടുള്ളതുമാണ്. അപ്പോൾ ഈ സെയിം പേരിലുള്ള PSC ജാക്സൺ എന്ന ഒളിമ്പ്യൻ എന്ന് പറയുന്ന സെയിം നെയിമിലുള്ള ഒരു സിനിമ ഓൾറെഡി റിലീസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സിനിമയിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു ബുക്ക് സീരീസിൽ നിന്നും അഡാപ്റ്റ് ചെയ്തിട്ടിരിക്കുന്ന സ്റ്റോറി ആയിരിക്കും ഈ ഒരു സീരീസിൽ വരുന്നത്. ഓൾറെഡി സ്റ്റോറി എന്താണെന്ന് നമുക്കറിയാം. PSC ജാക്സൺ എന്ന് പറയുന്നത് ഒരു ടീനേജ് ബോയ് ആണ്, ഒരു ഡെമി ഗോഡാണ്. തൻ്റെ പവറൊന്നും എന്താണെന്ന് അറിയില്ല. അപ്പം ആ ഒരു ഡെമി ഗോഡുകൾക്ക് വേണ്ടിയുള്ള ക്യാമ്പിൽ കൊണ്ടുപോകുന്നു. അവിടെ എന്താണ് തൻ്റെ പവറുകളെന്ന് മനസ്സിലാക്കുന്നു. തൻ്റെ അച്ഛനായിട്ടുള്ള പൊസൈഡിയൻ എന്ന് പറയുന്ന ഗോഡ്, തൻ്റെ അമ്മയെ തടവിലാക്കി വെച്ചിരിക്കുന്ന അച്ഛൻ്റെ ചേട്ടൻ, അപ്പോൾ ആ അമ്മയെ രക്ഷിക്കണം. അതേപോലെ തന്നെ ആ ഒരു സാധനം മിസ്സിംഗ് ഉണ്ട്. ആ ഒരു മിസ്സിംഗ് ആയിട്ടുള്ള സാധനം കണ്ടുപിടിക്കണം, തിരിച്ചു കൊണ്ട് കൊടുക്കണം. അതൊക്കെയാണ് PSC ജാക്സൻ്റെ ക്വസ്റ്റ്യൻ. അതായത് ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾസ് അതൊക്കെയാണ്. അപ്പം ആ ഒരു ഗോൾസ് എല്ലാം തേടി പോകുന്നതും തൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള കുറച്ച് ആളുകളെ കൊണ്ട് പോകുന്നതും ആ ഒരു അഡ്വഞ്ചർ ആയിരിക്കും ഈ ഒരു സീരീസിൽ കാണിക്കുന്നത്. ഓൾറെഡി സിനിമയിൽ നമ്മൾ ആ ഒരു സീരീസ് കണ്ടതുമാണ്, എങ്ങനെയായിരിക്കും ആ ഒരു സാധനം വർക്കാവുന്നതെന്നൊക്കെ. അപ്പം അതിൻ്റെ ഒരു ന്യൂ പ്രസൻറ്റേഷൻ, അതായത് എക്സ്ട്രീംലി പുതിയൊരു പ്രസൻറ്റേഷൻ ആയിരിക്കും. അതിനകത്ത് എനിക്ക് തോന്നുന്നു അനബത്തായിട്ട് അലക്സാണ്ട്ര ഡെലേറിയോ ഒക്കെ ആയിരുന്നു ഒരു സിനിമയിലുണ്ടായിരുന്നത്. ഇവിടെ കുറച്ചും കൂടെ ഒരു എന്താണ് വെറൈറ്റി. 2023 നടക്കുകയാണെങ്കിൽ സ്റ്റോറി എങ്ങനെ പറയും എന്നുള്ള രീതിയിലാണ് ഈ ഒരു സ്റ്റോറി പോകുന്നത്. അതായത് പണ്ട് നടന്ന അതിൽ നിന്ന് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ക്യാരക്ടേഴ്സിൽ ഇവർ കൊണ്ടുവന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പം അങ്ങനെ പോകുന്ന ഒരു സീരീസ് ആയിരിക്കും ഇത്. കൊച്ച് ഒരു 13+ സീരീസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കുട്ടികൾക്ക് വേണ്ടി ആണ് ഇത് നിർമ്മിച്ചിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ നമ്മളാണിത് കൂടുതൽ കാണുന്നത്. എന്തായാലും ഫസ്റ്റ് എപ്പിസോഡ് കണ്ട സമയത്ത് എനിക്ക് തോന്നിയത് സിനിമയിൽ നിന്ന് കുറച്ചും കൂടെ ഒരു വലിച്ചു നീട്ടൽ ഈ ഒരു സീരീസിനുണ്ട്. അതായത് കഥ പറയുന്നതിൽ 8 എപ്പിസോഡുള്ളതാണ്, ഒരു 30-40 മിനിറ്റ്സ് ഉള്ളതായതുകൊണ്ട് തന്നെ കുറച്ച് ലെങ്തി ആയിട്ടുള്ള സാധനം വരും. അപ്പം അതുകൊണ്ട് കുറച്ച് സ്റ്റോറി എലാബറേറ്റ് ചെയ്ത് പറയാമെന്നുള്ള ഒരു ഓപ്ഷൻ ഇവർക്ക് ഉണ്ടായതുകൊണ്ട് ഇവർ സ്റ്റോറിയെ കുറച്ചും കൂടെ സിനിമയിൽ നിന്ന് സിനിമയിൽ ചിലപ്പം 1-2 ഇതിൽ കാണിക്കുന്ന ഒരു സീനിൽ കാണിക്കുന്ന സാധനത്തെ ഇവർ കുറച്ചും കൂടെ വലിച്ചു നീട്ടി കുറച്ചും കൂടെ എലാബറേറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു പ്ലസ് പോയിന്റ് ഈ ഒരു സീരീസിന്. അപ്പം ആ ഒരു ബുക്ക് വായിച്ചിട്ടുള്ളവർക്ക് ഈ ഒരു ബുക്കിനകത്ത് എക്സാക്റ്റായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സിനിമയിൽ കാണിക്കണം എന്നില്ല. അപ്പം അത് എക്സാക്റ്റായിട്ട് ഈ ഒരു സീരീസിൽ കാണിച്ചു പോകുന്ന ടൈപ്പായിരിക്കും ഇവർ സ്റ്റോറി പറയാൻ പോകുന്നത്. 8 എപ്പിസോഡുകളുണ്ട്, 8 ആഴ്ചകൾ ഈ ഒരു സീരീസിൽ ഉണ്ടായിരിക്കും. സെക്കൻഡ് സീസണിനെ പറ്റിയിട്ടൊന്നും പറയുന്നില്ല, ഫസ്റ്റ് സീസണിനെ പറ്റിയിട്ട് മാത്രമേ പറയുന്നുള്ളൂ. ഇനി ഇത് റിന്യൂ ചെയ്യുമോ ഇല്ലയോ എന്നതിനെ പറ്റിയിട്ട് ഒന്നും സംസാരങ്ങളൊന്നും ആയിട്ടില്ല. എന്തായാലും ഫസ്റ്റ് സീസൺ തീർന്നു കഴിഞ്ഞിട്ട് നമുക്കൊരു ഫുൾ ലെങ്ത് റിവ്യൂ ചെയ്യാം. ഇതൊരു ഫസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് മാത്രം കണക്കാക്കുക. ഫസ്റ്റ് എപ്പിസോഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ റിവ്യൂ ചെയ്തത്. എന്തായാലും നല്ലൊരു സീരീസ് ആയിരിക്കും PSC ജാക്സൺ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.